സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രജനിയാണെങ്കിൽ കടുത്ത ദേഷ്യത്തിൽ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ നന്ദൻ എവിടെയെന്ന്. വീണ്ടും വീണ്ടും ആ ഒരു ചോദ്യം ആവർത്തിക്കുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഈ സമയം ഗിരീഷ് ആണെങ്കിൽ അവളെ തടയാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ ആർക്കും എൻ്റെ കൂടപ്പിറപ്പിനെ കാണാതായതിൽ യാതൊരു വിഷമവുമില്ല. സത്യം പറയണം അച്ഛാ, നന്ദൻ എവിടെ? നിങ്ങൾ എല്ലാവരും ചേർന്ന്, ഗിരിയടക്കം എല്ലാവരും ചേർന്ന് അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ സത്യം അമ്മയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിൻ്റെ മേൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചോ എന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട്. എല്ലാം കൂടി നാടകം കളിക്കുകയാണ്. അച്ഛനിങ്ങനെ മിണ്ടാതിരിക്കാതെ എന്തെങ്കിലും അവന് വേണ്ടി ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വഴക്കിടുന്ന സമയത്താണ് അവിടേക്ക് ദേവിക വീഴുന്നത്. അങ്ങനെ എത്തിയല്ലോ എം എൽ എക്ക് എന്താ, AC കാറിൽ MLA എന്ന് എഴുതിയ ബോർഡ് വെച്ച് കിടന്നങ്ങ് പോകുമ്പോഴേക്കും മീഡിയാസും പോലീസുകാരും എല്ലാവരും സല്യൂട്ട് ചെയ്ത് നിൽക്കുമല്ലോ. പിന്നെ ഓരോന്ന് അങ്ങ് ഉത്തരവിട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിക്ക് എൻ്റെ അനിയനെ കണ്ടെത്തി തരണം, അതും എത്രയും പെട്ടെന്ന്. അതിന് കഴിയോ MLAക്ക്? അല്ലെങ്കിൽ നിനക്ക് കുറച്ചെങ്കിലും നന്ദി ഉണ്ടോടി? എൻ്റെ അച്ഛനല്ലേ നിന്നെ MLA ആക്കിയത്. ഈ ചന്ദ്രോത്ത് വീടിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ, രജനി നിർത്ത്, ഓവർ ആവുന്നുണ്ട്, ഞങ്ങൾ എന്തുവേണമെങ്കിലും പറഞ്ഞോ. ദേവിക പുറമെ നിന്ന് വന്ന കുട്ടിയാണ്, അവളെ ഒന്നും പറയരുത്, അത് ഞാൻ സഹിക്കില്ല എന്ന് പറയുമ്പോൾ, അച്ഛാ ഞാൻ പുറമേത്തെ കുട്ടിയല്ല, ചന്ദ്രോത്ത് വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് ചേച്ചിക്ക് തുടരാം. നിന്റെ ഔദാര്യമാണോടി എന്ന് ചോദിച്ചുകൊണ്ട് ദേവികയെ പിടിച്ച് തള്ളു ഇതൊക്കെ ഉണ്ടോ നമ്മുടെ രജനി. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് പ്രഭാവതി വരികയാണ്. പ്രഭാവതിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അവരാണെങ്കിൽ തലതാഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. അമ്മയ്ക്ക് മാത്രമേ ഈ വീട്ടിൽ നന്ദനെ കാണാത്തതിൽ വിഷമമുള്ളൂ. എൻ്റെ കൂടപ്പിറപ്പാണ് നന്ദൻ, അതുകൊണ്ട് എനിക്ക് അറിയണം എന്നൊക്കെ പറയുമ്പോൾ, സിദ്ധു ഇതിന് മറുപടി കൊടുക്ക്. രജനിക്ക് അതിനുള്ള അവകാശമുണ്ട് നന്ദനെ കാണാത്തതിൽ. അവള് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും സത്യങ്ങൾ അറിയാം. അത് എന്താണെന്ന് രജനിയോടൊന്ന് തെളിച്ച് പറയും. അമ്മേ, പറഞ്ഞല്ലോ, ഹരിയങ്കൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഏതടി ഈ ഹരിയങ്കൾ? നിന്റെ മടിയിൽ ഇരുത്തിയിട്ടാണോ പേരിട്ടത്? നോക്ക്, അയാൾ പോലീസുകാരനല്ലല്ലോ, ഒരു ജഡ്ജല്ലേ. അതുകൊണ്ട് ഓവറായിട്ട് അയാളെ വിശ്വസിച്ചിരിക്കാൻ നിൽക്കേണ്ട. രജനി നിർത്തുന്നുണ്ടോ? നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ഞാൻ നിന്നെ തല്ലാത്തതിൻ്റെ കാരണം നിനക്ക് തന്നെ അറിയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ ഗിരീഷ് ഒന്നും പറയാൻ നിൽക്കണ്ട, അവിടെ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കോളും എന്ന് പറയുമ്പോൾ, എനിക്ക് നന്ദൻ്റെ റൂം ഒന്ന് പരിശോധിക്കണം. അമ്മ വന്നേ, പലത് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഗിരി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗിരി മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് പ്രഭാവതിയുമായിട്ട് രജനിയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം നമ്മുടെ ഗിരീഷാണെങ്കിൽ ആകെ തകർന്നങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗിരീഷേട്ടന് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടെന്ന് പറയുകയാണ് ഗിരിയുടെ അവസ്ഥയും സിദ്ധാർത്ഥന് മനസ്സിലാവുകയാണ്. പിന്നീട് പ്രഭാവതി ആ കട്ടലിൽ അങ്ങനെ ഇരിക്കുമ്പോൾ രജനിയാണെങ്കിൽ എല്ലായിടത്തും പരിശോധിക്കുകയാണ്. നന്ദൻ്റെ ഡയറീസും മറ്റൊക്കെ തന്നെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു കട്ടിലിൻ്റെ വലിപ്പിൽ നിന്നും ഡയറി കിട്ടുന്നത്. അവളാണെങ്കിൽ ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കുറിപ്പ് വായിച്ച് ആകെ ഷോക്കാവുകയാണ്. രജനി ഒറ്റ നൃത്തം അങ്ങനെ നിൽക്കുമ്പോൾ, എന്താ രജനി, എന്താ ഡയറിയിൽ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പകപ്പോട് കൂടിയിട്ട് പ്രഭാവതി ആണെങ്കിൽ ആ ഡയറി വാങ്ങുകയാണ്. ആദ്യം രജനി അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും അവരാണെങ്കിൽ അത് പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് അത് വായിക്കുകയാണ്. എല്ലാം കൊണ്ട് ജീവിതം എടുത്തു, ചുറ്റും കഴുകൻ കണ്ണുകൂടിയിട്ട് ഒരുപാട് പേരുണ്ട്, എന്നെ കൊത്തി വലിക്കുന്നു, ഇനി എനിക്ക് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൻ കണ്ണീരോട് കൂടി എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലെയുള്ള ഡയറി കുറിപ്പാണത്. അമ്മേ കണ്ടില്ലേ, അവൻ ഇത്രത്തോളം തകർന്നു നിൽക്കുകയാണ്. എനിക്ക് പേടിയാവുന്നു. നമ്മുടെ നന്ദൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലെയല്ലേ ഇത് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇനി ഞാൻ എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ പുറത്തേക്ക് ഓടി പോവുകയാണ്, സിദ്ധു സിദ്ധു എന്ന് വിളിച്ചുകൊണ്ട്. ഈ സമയം ശാരികയാവട്ടെ കെവിനോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. കെവിൻ ചേട്ടൻ എന്നോടൊന്നും പറയണ്ട, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കെവിൻ ചേട്ടനെയാണ്. അതുകൊണ്ടാണല്ലോ വിശ്വസിച്ച് ഓരോന്ന് പറയുന്നതും. നന്ദേട്ടൻ കെവിൻ ചേട്ടൻ്റെ ഉറ്റ സുഹൃത്താണെന്നും ചങ്കാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? കമ്പനിയിൽ ഒരാളെ മിസ്സായിരിക്കുന്നു, അതിലുപരി ആത്മാർത്ഥ സുഹൃത്താണ്. എന്നിട്ടും കെവിൻ ചേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അത് പിന്നെ ശാരിക്ക് ഞാനൊന്ന് പറയട്ടെ, കെവിൻ ചേട്ടൻ ഒന്നും പറയണ്ട, എനിക്കറിയണം. കെവിൻ ചേട്ടൻ നന്ദേട്ടന് വേണ്ടി ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അല്ലെങ്കിലും കാമുകിക്ക് വേണ്ടിയിട്ട് കാമുകൻ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ കൊതിയാവുകയാണ് ചെയ്യുന്നത്. ഇവിടെയുണ്ട് ഒരുത്തൻ, എന്തെങ്കിലും പറഞ്ഞാൽ ഉഴപ്പം മട്ടും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല, അത് തന്നെയാണ് സത്യം. എന്നോട് യാതൊരു സ്നേഹവുമില്ല. ഇനി കെവിൻ ചേട്ടനോട് ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ശാരി. ഞങ്ങളെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് എന്തിനെ അന്വേഷിക്കുന്നുണ്ട്. സത്യമാണ്, അതെ സത്യമാണ്. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത കേൾക്കാൻ കഴിയുമോ എന്ന് കെവിനോട് ചോദിക്കുമ്പോൾ, സത്യമായിട്ടും കഴിയും. നന്ദൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെയായിരിക്കും ഞാൻ ആദ്യം വിളിച്ച് പറയുക.
ആണോ? ഉറപ്പാണോ? അതെ. എങ്കിൽ പിന്നെ എനിക്ക് സമയമില്ല, പോട്ടെ. അത് പിന്നെ ശാരി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം. വേണ്ട കെവിൻ ചേട്ടാ, പിന്നീട് ഒരിക്കലാവാം. എങ്കിൽ പിന്നെ ഒരു കോഫിയെങ്കിലും വേണ്ടെന്നേ. പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ നന്ദനെ കണ്ടെത്താത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ ആണെങ്കിൽ നേരെ ഇസബല്ലയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ കെവിന് നേരെ ചാടി കളിക്കുന്നുണ്ട്. എടാ, എവിടെയായിരുന്നു നീ? ഇപ്പം വരാമെന്ന് പറഞ്ഞില്ലേ നീ പോയത്? എന്നിട്ട് എത്ര നേരമായി? എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുക. ഓരോന്ന് ചിന്തിച്ചു കൂട്ടി കാട് കയറുകയാണ്. അതുകൊണ്ടാണ് നിന്നെ ഏത് സമയവും കൂടെ വേണമെന്ന് പറഞ്ഞത്. അത് പിന്നെ വല്ല ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഏതാളെ? ഇത്ര വലിയ അത്യാവശ്യമുള്ള ആൾ ആരാ? അത് നന്ദനെ കുറിച്ച് അറിയാൻ വേണ്ടി തന്നെയാണ് പോയത്. എങ്കിൽ പിന്നെ അയാളുടെ പേര് എന്നോട് പറഞ്ഞൂടെ? അത് പിന്നെ പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല. ചന്ദ്രോത്ത് വീട്ടുകാർക്ക് നന്ദന്റെ തിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ചന്ദ്രോത്ത് വീടോട് കൂടിയിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ സത്യം പറഞ്ഞത്. ആരാ അത്? ചന്ദ്രോത്ത് വീട്ടില് അങ്ങനെ നിനക്ക് വിവരം പാസ് ചെയ്യാൻ ആരാ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ബെല്ലയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെയുള്ള എല്ലാവരെയും എനിക്കറിയാം. അതുകൊണ്ട് നീ പറയും, ആരാണ് ആളെന്നൊക്കെ ഇസബല്ല ചോദിക്കുന്നു. പറയാൻ സമയമായിട്ടില്ല. എന്തായാലും നന്ദൻ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ കെവിൻ പറയുമ്പോൾ, നന്ദൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല. അവൻ പോലീസിൽ കീഴടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. മാത്രമല്ല സ്വന്തം വീട്ടുകാരെ വേദനിപ്പിച്ച് നന്ദൻ ഒരിക്കലും സ്വയരക്ഷ തേടില്ല. നന്ദൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ ചെയ്തു കൂട്ടിയതെല്ലാം വെറുതെ ആവോടാ. ഈ പറഞ്ഞതുപോലെ നന്ദനെ എനിക്ക് ഒരു ആപത്തും കൂടാതെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകുമെന്നൊക്കെ പറഞ്ഞ് ബെല്ലയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുകയാണ്. കെവിനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ തൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് നീക്കം ചെയ്യണം. CPയെ വിളിച്ചു വരുത്തുന്നുണ്ട്. മേഡം, എന്നെന്തിനാ വിളിച്ചത്? അത് CP സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ മേഡം, സാറിനൊന്നും വിളിക്കണ്ട. അത് പിന്നെ CP സാർ, ഞാൻ സാറിന്റെ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ദേവിക എന്നല്ലേ വിളിച്ചത്. അതുപോലെ തന്നെ കണ്ടാൽ മതി. MLA ആയിട്ടൊന്നും കാണണ്ടെന്ന് പറയണം. അല്ല, മേഡം ഇതിനെ വിളിച്ചു വരുത്തിയേ? അത് നന്ദൻ മിസ്സിംഗ് ആയതിനു ശേഷം ഇതുവരെയും ഒരു അറിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഡയറിയും മറ്റൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. എന്നിട്ടോ അതിൽ ഒരുപാട് പേരെ കൊല്ലുമെന്നൊക്കെയാണ് നന്ദൻ എഴുതിയിരിക്കുന്നത്. എന്ത്? എന്താ? തെളിച്ചു പറയും. അതെ, അതിൽ ഏറ്റവും ആദ്യത്തെ പേര് അരുന്ധതി മേഡത്തെയാണ്. അരുന്ധതി മേഡത്തെ കൊല്ലുമെന്നാണ് നന്ദു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഡത്തോട് കുറച്ച് ജാഗ്രത പുലർത്താനായിട്ട് പറയണം. എനിക്ക് നേരിട്ട് പറയണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾ കുറച്ച് മുഷിച്ചിൽ ആയിപ്പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിൽ. അതുകൊണ്ട് CP സാർ വേണം ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കാനെന്ന് പറയുമ്പോൾ, ശരി മേഡം, എങ്കിൽ തന്നെ ഞാൻ ഇപ്പം തന്നെ പോയി അറിയിക്കാമെന്ന് പറയണം. വീണ്ടും കാറിനടുത്തേക്ക് പോകുന്ന CP ആണ് ഒന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മേഡം, വേറെ ആരെയും കുറിച്ചെങ്കിലും കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ? CP സാറിന്റെ പേരൊന്നുമില്ല. പക്ഷെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് CP സാർ നന്ദനെ ഒരുപാട് ദ്രോഹിച്ചിരുന്നല്ലേ? അതിനെക്കുറിച്ചൊരു അറ്റത്ത് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അയ്യോ, അത് നന്ദന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തത്. ശരി ശരി, എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം മേഡത്തെ അറിയിക്കുക എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞ് ദേവികയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടയക്കണം. ഈ സമയം CP ആണെങ്കിൽ അവിടെ നിന്ന് ജീവനും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ദേവിക പലതും ആലോചിച്ചുറപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ പ്രഭാവതിയും ഭാർഗവിയും ചേർന്ന് എങ്ങോട്ടോ പോയിട്ട് വരുന്നുണ്ട്. വേഗം തന്നെ ഗൗരി ആന്റി എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് പോവുകയാണ്. ഇവിടേക്ക് ആന്റി പോയത്? അത് ഞാൻ പ്രഭക്കുഞ്ഞിനെയും കൊണ്ട് ഒരു ജോത്സ്യന്റെ അടുത്തേക്ക് പോയതാ. ജോത്സ്യന്റെ അടുത്തേക്കോ? അതേ മോളെ, മനസ്സ് കൈവിട്ട് നിൽക്കുമ്പോൾ ഓരോ ആശ്വാസം കിട്ടുന്ന വാക്കും നമുക്ക് കരുതലായിട്ടും താങ്ങലായിട്ട് നിൽക്കുമല്ലോ. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ മുരളിയെ വിളിക്കാനായിട്ട് ഗൗരി വരുന്നുണ്ട്. മുരളിയേട്ടൻ തിരക്കുന്നുണ്ട്. അങ്ങനെ ജോത്സ്യനെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ തന്നെ പ്രഭാവതിയാണെങ്കിൽ മുരളിയോട് പറയുന്നു. മുരളി, നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ മോനെ? ഇല്ല ആന്റി, പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നിങ്ങനെ മുരളി പറയുന്നു. എന്തായാലും അതുകൂടി കേൾക്കുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ കാത്തിരിക്കാം കഴിഞ്ഞ എപ്പിസോഡ്സിനായിട്ട്. ബൈ.